നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പല ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാറില്ലേ? അതിലെ ചില ഓപ്ഷനൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ്റെ സഹായം തേടുന്നത്. ഇത്തരത്തിൽ ഭൂരിഭാഗം ആൾക്കാരും അറിയാതെ പോയ ഫോണിനകത്തെ ഒരു സെറ്റിങ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഒരു സെറ്റിങ്സ് വളരെയധികം ഉപകാരപ്രദമാണ്. എന്താണെന്ന് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് സ്ഥലത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലും മൊബൈൽ ഫോൺ ഊരിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ അലാറം അടിയുന്നതാണ്. അതിനായിട്ട് പ്രത്യേകമായിട്ടൊരു ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായം ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ഫോണോ അല്ലെങ്കിൽ സിം കാർഡോ ആരെങ്കിലും ഊരാൻ ശ്രമിച്ചാൽ ഇതുപോലെ തന്നെ മൊബൈൽ ഫോൺ അലാറം അടിയുന്നതാണ്. ഇതുമാത്രമല്ല, നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്ത് സ്വിച്ച് ഓഫ് ആക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ആക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ അവർക്ക് നമ്മുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാനോ ഫ്ലൈറ്റ് മോഡ് ആക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ എവിടെയാണുള്ളത്, ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ഒരു ഓപ്ഷൻ പുതിയ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളിലേ ലഭിക്കുകയുള്ളൂ. ഓപ്പോ, വിവോ, OnePlus, റിയൽമി, റെഡ്മി, പോക്കോ പോലെയുള്ള ഫോണുകളിലൊക്കെ ഞാൻ ഈ ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സാംസങ്ങിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടിട്ടില്ല. അപ്പോൾ സാംസങ്ങിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുണ്ടോ എന്ന് നോക്കുക. ആദ്യം സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ANTI ആൻറ്റി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആൻറ്റി തിഫ് അലാറം എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇങ്ങനെ ലഭിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ സെറ്റിങ്സ് ഉണ്ടല്ലോ, സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അല്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ഇതിനകത്താണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. ഇത് ഓപ്പൺ ചെയ്തിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അല്പം താഴേക്കൊന്ന് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആൻറ്റി തിഫ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻറ്റി തിഫ് അലാറത്തിൻ്റെ ഓപ്ഷൻ കിട്ടും. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ടാവും. ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കെ ആരെങ്കിലും നിങ്ങളുടെ ഫോണിൻ്റെ പിൻ ഊരുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് അലാറം അടിയുന്നതാണ്. അത് രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ ഓൺ ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ഫോണിൻ്റെ ഹെഡ്ഫോൺ ആരെങ്കിലും ഊരുകയാണെങ്കിൽ നിങ്ങൾക്ക് അലാറം ലഭിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ ഓൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സിം കാർഡ് മറ്റാരെങ്കിലും ഊരാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് അലാറം ലഭിക്കുന്നതാണ്. ഇത് മൂന്നും ഏത് സമയത്തും നിങ്ങൾക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പാറ്റേൺ ലോക്ക് കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുകൂടാതെ അഡീഷണൽ ആയിട്ടുള്ള 2 ഓപ്ഷൻ താഴെയുണ്ട്. വെരിഫൈ ഫോർ പവർ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ഓൺ ആക്കി കിടക്കുകയാണ്. അങ്ങനെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും സ്വിച്ച് ഓഫ് ആക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി താഴെ വെരിഫൈ ഫോർ ലൊക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് കാണാം. അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ണെങ്കിൽ ഇതുപോലെ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് പാസ്വേഡ് കൊടുക്കേണ്ടി വരും. പാസ്വേഡ് ഇല്ലാതെ ഇതൊന്നും ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഒന്നും തന്നെ സാധിക്കുന്നതല്ല. കമ്പനിയും ഫോൺ മോഡലും ഒക്കെ മാറുന്നതിനനുസരിച്ച് ഇതിൽ പല ഫീച്ചേഴ്സും ഉണ്ടാവില്ല. ചില ഫീച്ചേഴ്സ് അധികമായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. അതുപോലെ ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സിനകത്ത് ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്ക്. പുതിയ മൊബൈൽ ഫോണിൽ മാത്രമേ ഉണ്ടാവൂ. പഴയ മൊബൈൽ ഫോൺ ഉള്ളവർ നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു ഓപ്ഷൻ പഴയ മൊബൈൽ ഫോണിലില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.